ഇവർ നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു തടാക പരിപാലനം, ആനക്കൊട്ടിലുകളുടെ പരിപാലനം, ആനയുടെ കൊമ്പ് മുറിച്ചെടുക്കുന്ന ടീമുകളെ കണ്ടുപിടിക്കൽ, ആനയുടെ വാലിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾ പെറുക്കിയെടുക്കൽ, അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഓഷ്യനിൽ ഒഴിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഓഷ്യനിൽ സമുദ്രത്തിൽ ഊളിയിട്ട് അതിൻ്റെ അന്തർധാരയിൽ ചെന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരൽ, ഓഷ്യൻ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന് കയറി. അപ്പോൾ നമ്മുടെ സർക്കാർ വിചാരിച്ച് സ്വാഭാവികമായിട്ടും എന്താ കുഴപ്പം, നടന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ പതിയെ നമ്മുടെ രാജ്യത്തെ ഒരു വ്യാപിച്ചു. ഒരു 2019 ആയപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞ് പതിയെ ഈ സംഘടനയുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങി. സംഘടനയുടെ സ്വഭാവം മാറാൻ തുടങ്ങി എന്നുള്ളത് മാത്രമല്ല, നൈസായിട്ട് രാഷ്ട്രീയത്തിലൊക്കെ കയറി അങ്ങ് ഇടപെടാൻ തുടങ്ങി. ഒരു ഫോറിൻ സംഘടനയാണ്, രാഷ്ട്രീയത്തിലൊക്കെ കയറി ഇടപെടാൻ തുടങ്ങി. പോരാത്തതിന് അപ്പോഴാണ് പൗരത്വ ഭേദഗതി നിയമം വരുന്നത്. അപ്പോൾ ഒരു പ്രതിഷേധം ഇവരതിനകത്ത് സംഘടിപ്പിച്ചു. ഇവർ ജെൻസിയെ തെരുവിലിറക്കാൻ അന്നേ നോക്കിയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ദിശ രവി എന്ന് പറയുന്ന ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഒരു പെണ്ണുമ്പിള്ളയുണ്ട്. ഈ ദിശ രവി ജെൻസിയെ ആ സമയത്ത് ബംഗളൂരിലടക്കം തെരുവിലിറക്കി ആയിരക്കണക്കിന് യുവാക്കൾ വന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇവരത് അവതരിപ്പിച്ചത് ഒരു എൻവയോൺമെൻറ്റൽ ഒരു സമ്മേളനം എന്നുള്ള രീതിയിലാണ് ഇവരത് അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് കർഷക സമരം വരുന്നു. ഈ കർഷക സമരം വരുമ്പോൾ ഈ ഗ്രേറ്റ തുൻബർഗും മിയ ഖലീഫയും റിഹാനെ അടക്കമുള്ളവർ പൈസ വാങ്ങിച്ച് ട്വീറ്റ് ചെയ്യുന്നു. അങ്ങനെ പൈസ വാങ്ങിച്ച് ട്വീറ്റ് ചെയ്തപ്പോൾ അറിയാതെ ഈ ഗ്രേറ്റ തുൻബർഗ്, ഇതാണ് ദൈവത്തിൻ്റെ ഒരു കൈ എന്നൊക്കെ പറയുന്നത്, ഒരു ടൂൾ കിറ്റ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. അതായത് ഈ രാജ്യത്തിനെ എങ്ങനെ തകർക്കണം, എന്തായിരിക്കണം നമ്മുടെ നീക്കം, എങ്ങനെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്നൊക്കെയുള്ള സെറ്റപ്പാണ് ഇവരതിനകത്ത് ആ ടൂൾ കിറ്റിനകത്ത് എഴുതി വെച്ചത്. നിമിഷങ്ങൾക്ക് ഇവർ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ചാത്തന്മാർ അത് ഞൊണ്ടിയെടുത്തു.